നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചു വരികയാണ്. അതിൽ തിരുവനന്തപുരത്താണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചമാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്നത് നേമത്താണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. നേമത്ത് എങ്ങനെയായിരിക്കും ഇത്തവണ ഒരു ഏകദേശം ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഒരു പ്രവർത്തന ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് എങ്ങനെയായിരിക്കും? നേമത്തെ നമുക്കറിയാമല്ലോ. നേമത്ത് ഒരു തവണ BJP അക്കൗണ്ട് തുറന്നു, പിന്നീട് അക്കൗണ്ട് അടച്ചു. കഴിഞ്ഞ തവണത്തെ മത്സരം കടുത്ത മത്സരമായിരുന്നു നമുക്കറിയാം. അവിടെ മുരളീധരനെ പോലെ വളരെ ശക്തനായ ഒരാൾ വന്ന് ഏറ്റുമുട്ടി തോറ്റുപോയി. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണ മുരളീധരൻ വരാൻ തന്നെ ഒരു പ്രധാന കാരണം ഈ BJPക്ക് അക്കൗണ്ട് തുറക്കാനായിട്ട് വഴിയൊരുക്കിയത് കോൺഗ്രസ് ദുർബലനായ സ്ഥാനാർത്ഥി ഇട്ടതുകൊണ്ടാണെന്നുള്ള വലിയ ആരോപണം വന്നു. അതുകൊണ്ടാണ് മുരളീധരനെ പോലെ ഒരു കരുത്തനായ ഒരാളെ തന്നെ വടകരയിൽ നിന്ന് MP സ്ഥാനത്ത് നിന്നിരുന്ന MP സ്ഥാനം അത് ഒഴിവ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ MP ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഇവിടെ അയക്കുകയും പരീക്ഷിക്കുകയും ചെയ്തത്. പക്ഷെ എന്നിട്ടും അവിടെ അതുകൊണ്ട് സംഭവിച്ചൊരു സംഗതി BJPയുടെ വിജയം ഒഴിവാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴും BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വളരെ കരുത്തനായ നേതാവാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ എല്ലാ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു നേതാവ്. കാരണം പണത്തിന് പണം ഇഷ്ടം പോലെ, അതുപോലെ തന്നെ കവറേജിന് നല്ല മാധ്യമ കവറേജ് കിട്ടുന്ന ഒരാള്. മൂന്നാമത് ഏറ്റവും കരുത്തനായ കേന്ദ്രമന്ത്രിയായിരുന്നു, ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അങ്ങനെയുള്ള എല്ലാ തരത്തിലും ആളുകളുടെ ഇടയിൽ വലിയൊരു പ്രതീക്ഷ നൽകുന്ന, അതായത് തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളെ എന്നുള്ള ഒരു ഇമേജ് ഇതിനകം തന്നെ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ പാർട്ടി പ്രവർത്തകരെ അവിടെ ഇറക്കാനും സാധിക്കുന്നുണ്ട്. അതെ, അത് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നുള്ള പാർട്ടി പ്രവർത്തകര് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ മത്സരം കടുത്ത മത്സരമാണ് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നമുക്കറിയാം ശിവൻകുട്ടിക്ക് അവിടെ നല്ല ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. ഓരോ വീടുകളിലെയും ഓരോ അംഗത്തെയും നേരിട്ട് പേര് ചൊല്ലി വിളിക്കാൻ പറ്റുന്ന അത്രയും കോണ്ടാക്ട്സ് ഉള്ള ഒരാളാണ് ശിവൻകുട്ടി. അതെ, വ്യക്തിപരമായ ബന്ധം. ശിവൻകുട്ടിയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇപ്പൊ സംസാരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ നാവിഴ ഉണ്ടാകുന്ന ആളാണ്. പക്ഷെ നല്ല ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, ഒരു മന്ത്രി എന്ന നിലയിൽ പ്രഗത്ഭരായ ഒത്തിരി മന്ത്രിമാരെ നമ്മൾ കണ്ടല്ലോ. പക്ഷെ ഇത്ര കാര്യക്ഷമമായിട്ട് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. നമ്മൾ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതാണ് സത്യം. ആ നിലയിൽ പുള്ളിക്ക് ഒരു നല്ലൊരു ഗ്രൂപ്പിലുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇപ്പോൾ ഈ പറയുന്ന ആരോഗ്യപരമായ പ്രശ്നം ഒരു ദോഷമായിട്ട് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ അത്രയും അദ്ദേഹത്തിന് അങ്ങോട്ട് മൂവ് ചെയ്യാനോ പക്ഷെ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഒരു പ്രചാരണ രംഗത്ത് എത്തിക്കഴിഞ്ഞാല് മൊത്തം മെഷീനറി ചലിപ്പിക്കാൻ വളരെ മിടുക്കനാണ്. ഇത്തവണ അതിനുള്ള ഒരു മെഷീനറി ചലിപ്പിക്കാനുള്ള ഒരു കഴിവ് പഴയതുപോലെ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതൊരു കുറവാണ്. എങ്കിൽ പോലും പാർട്ടിയുടെ മൊത്തം സംവിധാനം ശിവൻകുട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ശിവൻകുട്ടിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഒത്തിരി ഉണ്ട്. അവിടെ ശിവൻകുട്ടി ഒരു കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശബരിയും വളരെ കാര്യം. ശബരി ഒരു ചെറുപ്പക്കാരനാണ്. ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് മത്സരിച്ച് ജയിച്ചു. ആ നിലയില് ഒരു പ്രദേശത്ത് മാത്രം നിൽക്കുന്ന വ്യക്തിയാണ്. അരുവിക്കരയിൽ കൂടി ജയിച്ചെങ്കിലും അതാണ് തോറ്റുപോയി. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു വ്യക്തി, നല്ല കാര്യപരമുള്ള ഒരാള്, ഒരു മിടുക്കനായ ഒരാള് എന്നുള്ള നിലയിൽ ശബരിക്ക് ഇപ്പം ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 3 പേരും കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെ. പക്ഷേ പ്രചാരണത്തിലൊക്കെ 3 പേരും കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിലും അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശിവൻകുട്ടി വിജയിക്കും എന്ന് തന്നെയാണ്, ആ വിജയം നിലനിർത്തും എന്ന് തന്നെയാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ല, അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം, അവിടെ എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. BJP സ്ഥാനാർത്ഥി ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് കോൺഗ്രസ് അനുഭാവികളുടെ വോട്ട് ആ വിജയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
CPM സ്ഥാനാർത്ഥിക്ക് മറിഞ്ഞിട്ടുള്ളതിന് മുമ്പ്. പക്ഷെ ഇത്തവണ നമുക്കറിയാമല്ലോ വലിയൊരു ആരോപണം ഒരു ഡീലിനെ കുറിച്ച്. ആ ഡീൽ വരുമ്പോൾ പിന്നെ കോൺഗ്രസ് അങ്ങോട്ട് മറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എങ്ങോട്ട് മറിയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ, കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ ഇനി അവരുടെ സ്ഥാനാർത്ഥി തോറ്റുപോകുന്നതിന് ഇത് എങ്ങോട്ട് മറിക്കണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഈ ഡീൽ എന്നൊക്കെ പറയുന്നത് വെറുതെ പൊള്ളയായ ആരോപണമെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ദേശീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സംസ്ഥാന പാർട്ടി, ഉത്തരവാദിത്തപ്പെട്ട ഒരു കേഡർ പാർട്ടിക്ക് എങ്ങനെ ഒരു ഡീല് നടപ്പാക്കാൻ പറ്റും? അവർക്ക് ആർക്കെങ്കിലും ഒരു പ്രവർത്തകരോട് പറയാൻ പറ്റുമോ, നിങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥിക്ക് ചെയ്യേണ്ട, വേറൊരു സ്ഥാനാർത്ഥിക്ക് എതിരെ നിൽക്കുന്ന വേറൊരു സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ? ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലുള്ള സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ നമുക്കിടയിലുണ്ട്. വളരെ ശക്തമായ സ്വാധീനമാണ് സോഷ്യൽ മീഡിയ ഇന്ന് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നത്. വളരെ ശരിയാണ്. ഒരു സ്വിച്ച് ഇട്ടതുപോലെ അങ്ങനെ വോട്ട് മറിക്കാനൊന്നും പറ്റത്തില്ല. അത് വളരെ സത്യമാണ്. കാരണം പ്രത്യേകിച്ച് CPM പോലൊരു പാർട്ടിക്ക്, BJP കുറെ കൂടെ പറ്റുമായിരുന്നു, CPM പോലൊരു പാർട്ടിക്ക് BJP കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് വോട്ട് മറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞൊന്നും സന്ദേശം അയക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ രണ്ടു തരത്തിൽ ചെയ്യാം. ഒന്ന് ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇട്ട് കൊടുക്കുക. അവിടെ ദുർബലനല്ലല്ലോ. അല്ല, അവിടെ ദുർബലനല്ല, ഞാനത് അവിടെ ആപ്ലിക്കബിൾ അല്ല. പക്ഷെ വേറെ പലയിടത്തുണ്ട്. പാലക്കാട് ദുർബല സ്ഥാനാർത്ഥിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. കോന്നി ദുർബല സ്ഥാനാർത്ഥിയെന്ന അവിടുത്തെ DCC പ്രസിഡന്റ് ആണ്. സതീഷ് കൊച്ചുപറമ്പിൽ DCC പ്രസിഡന്റ് ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അവിടെ ദുർബല സ്ഥാനാർത്ഥിയല്ല. ദുർബലൻ എന്ന് പറയുമ്പോഴേ ആള് ദുർബലനാണെന്നോ ആളുടെ കഴിവിനെ കുറിച്ച് ഒന്നും വെച്ചിട്ടല്ല. ഇപ്പൊ ഞാൻ പറയാം, പാലക്കാട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? പാലക്കാട് അവര് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഉണ്ടായിട്ടും അവരോട് കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥി ഒരു ഹോട്ടൽ ഉടമയാണ്. അത് ഇടതുപക്ഷക്കാരനായിരിക്കും, അതൊക്കെ പല കാര്യം. അവിടെ ആ രീതിയിലൊന്നും അറിയപ്പെടുന്ന ഒരാളൊന്നുമില്ല. രണ്ടാമത് നിങ്ങൾ നോക്കണം, ഒരു പ്രത്യേക സമുദായക്കാരനെ കൊണ്ട് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? UDF അനുകൂലമായിട്ടുള്ള ഒരു സാമുദായികമായ ധ്രുവീകരണം വരാതിരിക്കാൻ വേണ്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടെ തന്നെ നിർത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ ഇത് ഒരു ഡീലാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെയായിരിക്കാം. ഇത് ഫലത്തിൽ ഡീലാണോ അല്ലയോ എന്നുള്ളതല്ല, റിസൾട്ട് എന്ത് സംഭവിക്കുന്നു, BJP ജയിക്കാൻ സഹായിക്കുന്നു, അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അത് അങ്ങനെ ഒരിക്കലും നോക്കാം. അതെ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ചിന്തിക്കണ്ട. പക്ഷെ ഫലം വരും നമുക്ക് നോക്കാം. വരട്ടെ. അതുപോലെ തിരുവനന്തപുരം ജില്ലയെ നമ്മൾ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CP ജോണാണ്. CAPയുടെ സംസ്ഥാന സെക്രട്ടറി CP ജോണാണ്. എതിരെ മത്സരിക്കുന്ന LDF മത്സരിക്കുന്നത് LDF സ്വന്തം സുധീർ കരമന. അദ്ദേഹം ഒരു സിനിമാ നടനൊക്കെയാണ്. BJPയുടെ സ്ഥാനാർത്ഥി കരമന ജയൻ എന്ന് പറയുന്ന അവരുടെ ജില്ലാ പ്രസിഡന്റാണ്. ശക്തനായ ആളാണ്. അദ്ദേഹം മുൻ കൗൺസിലറൊക്കെ ആയിരുന്നു. ഇപ്പോഴും എനിക്കൊന്ന് കൗൺസിലറാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ ഈ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് CP ജോൺ. CP ജോൺ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനല്ല, കമ്മ്യൂണിസ്റ്റ് MP രാഘവന്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MP രാഘവന്റെ നിഴല് പോലെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഇപ്പോഴും ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന, MP രാഘവന്റെ സ്വപ്നമായ CMP എന്ന പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. CP ജോണിനെ സംബന്ധിച്ച് തിരുവനന്തപുരം മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് ഞാൻ യോജിക്കുന്നു. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിലെ CP ജോണിന്റെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു ഡീലുണ്ടോ? അവിടെ ഒരു ഡീലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയുണ്ട്. അവിടെ നിർത്തിയിരിക്കുന്ന ഇടതുപക്ഷം അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ദുർബലൻ തന്നെയാണ്. CPM ഇത്രയും കരുത്തരായ നേതാക്കന്മാരുള്ള തിരുവനന്തപുരത്ത് അവിടെ ഒരു സിനിമാ നടനായ കരമന, അദ്ദേഹം പോലും ഞെട്ടിപ്പോയി. കരമന സുധീറിനെ അവിടെ കൂടെ നിർത്തേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. മാത്രമല്ല ആ സ്ഥാനാർത്ഥിക്ക് അവിടെ കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ അങ്ങനെ ഒരു സംസാരം അനുസരിച്ച് ഇദ്ദേഹം CP ജോൺ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു. CP ജോൺ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു, CPM-കാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹം ഇപ്പൊ വേറെ CMP പാർട്ടി രൂപീകരിച്ച് അപ്പുറത്ത് നിൽക്കുന്നെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി CPM ചെയ്തതെന്നാണോ? അങ്ങനെ നമുക്ക് അലങ്കാരികമായിട്ട് പറയാമെങ്കിലും അങ്ങനെ CPM ചെയ്തെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ജോൺ ജയിക്കാൻ പോകുന്നത് ജോണിന്റെ മിടുക്കൊണ്ടും അവിടുത്തെ അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിന്റെ പ്രത്യേകത കൊണ്ടുമാണ്. എന്തുകൊണ്ട് ജോൺ ജയിക്കുമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഒന്ന്
അവിടെ തീരദേശത്ത് ലാറ്റിൻ കാതലിക്സിന്റെ വോട്ടുകളാണ് നിർണായകം. അതെ, അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ട ആളാണ്. അല്ലല്ല, അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ട ആളല്ല. അല്ല, അദ്ദേഹം മർത്തോമസോക്കാരനാണ്. ഓ, അദ്ദേഹം പിന്നെ തൃശ്ശൂർ ജില്ലയിലെ എന്തായാലും കാര്യം ലത്തീൻ സഭയ്ക്ക് അവിടെ ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് ഇല്ല. അപ്പൊ ആന്റണി പിന്നെ രാജ്യം നിന്നിരുന്നെങ്കിൽ സാഹചര്യം വ്യത്യാസമായിരുന്നു. ജോൺ, ഞാൻ കരുതിയിരുന്ന ജോൺ ഒരു ലാറ്റിനാണെന്നാണ്. അപ്പൊ എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ തിരുത്തുന്നു. പക്ഷെ ജോണിന് ലാറ്റിൻ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത് മുസ്ലിം വോട്ട്. യാതൊരു സംശയമില്ലല്ലോ, മുസ്ലിം വോട്ട് അതൊരു പൊളിറ്റിക്കൽ വോട്ടാണ്. രാഷ്ട്രീയമായിട്ട് അത് ജോൺ തന്നെ വരുള്ളൂ. പിന്നെയുള്ളത് ഇവിടെ അവിടുത്തെ നായർ വോട്ടാണ്. നായർ വോട്ട് സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരുടെ ഇടയിലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. കുറെ വോട്ട് ജോണിന് കിട്ടും, നായർ ഇഴവ വോട്ടുകളൊക്കെ. അപ്പം ഇഴവ വോട്ട് സ്വാഭാവികമായിട്ടും CPM-ന്റെ കൂടെയാണ് അത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു ത്രികോണമാണ് എല്ലായിടത്തും. ആ ഒരു മത്സരത്തില് പിന്നെ CP ജോണിനെ ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അടുത്ത ജില്ലയിൽ ഞാൻ കാണുന്ന ഏറ്റവും ജയസാധ്യതയുള്ള 2-3 മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരം സെൻട്രലാണ്.